ചിന്തിച്ചത് എന്ന് ഞാൻ കരുതുന്നു. 14-ാമത്തെ വാക്യത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. യേശു കർത്താവിന്റെ ജനനത്തെ കുറിച്ചുള്ള പ്രാരംഭ ദൈവിക വെളിപ്പാടാണ് യെശയ്യാ പ്രവാചകൻ ഈ ഏഴാം അധ്യായത്തിൽ പ്രവചിച്ച് സംസാരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവിനെ കുറിച്ചുള്ള മറ്റ് വേദഭാഗങ്ങളും ഈ പ്രവചന പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. 53-ാം അധ്യായം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന അധ്യായമാണ്. കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചുള്ള ആലോചനകൾ യെശയ്യാ പ്രവാചകൻ ആ അധ്യായത്തിൽ സംസാരിക്കുന്നുണ്ട്. ജനനത്തെ കുറിച്ച് 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലാണ് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. സംവത്സരങ്ങൾക്ക് മുമ്പ് ഇതൊന്നും അറിയാതെ, ഹല്ലേലൂയ, മറിയെ കുറിച്ച് അറിയാതെ, പ്രിയമലനാടിനെ കുറിച്ച് അറിയാതെ, യേശു കർത്താവിന്റെ ഭൂമിയിലേക്കുള്ള ആഗമനത്തെ കുറിച്ച് അറിയാതെ പ്രവാചകൻ പ്രവചിക്കുകയാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. 7-ാം അധ്യായങ്ങൾ മറന്നു പോയിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ആഹാസിനെ കുറിച്ചൊക്കെ നമ്മളോട് ചിന്തിച്ചായിരുന്നു. ആഹാസിനോട് അടയാളത്തെ ചോദിക്കുമ്പോൾ അവൻ അത് അടയാളത്തെ ചോദിക്കുന്നില്ല എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആഹാസ് ദുഷ്ടനായിരുന്ന അല്ലെങ്കിൽ ആഹാസ് രാജാവ് അടയാളത്തെ ദൈവസ്ഥലത്തിൽ ചോദിക്കാതിരിക്കുമ്പോൾ ദൈവം തന്നെ ഒരു അടയാളത്തെ കൊടുക്കുന്ന ഭാഗമാണ് 7-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിച്ചത്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഒരിക്കലും മനുഷ്യന് ചിന്തിക്കുവാൻ കഴിയാത്ത കാര്യം. ഹല്ലേലൂയ. പുരുഷൻ തൊടാത്തൊരു സ്ത്രീ, പുരുഷനെ അറിയാതെ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മറിയ തന്നെ ചോദിക്കുന്ന അവസരങ്ങൾ. യോസേഫുമായി വിവാഹ നിശ്ചയം മാത്രം ചെയ്തിരിക്കുന്ന സ്ത്രീ, എന്നാൽ ഇതെങ്ങനെ സംഭവിക്കും? മനുഷ്യരാൽ അസാധ്യമായ കാര്യമാണ്, എന്നാൽ ദൈവത്താൽ സകലതും സാധ്യമാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടും. ആകയാൽ ഒരു വിശുദ്ധ പ്രജ ഉത്ഭവിപ്പാനിടയായിത്തീരും, അവൻ ഇമ്മാനുവേൽ എന്ന് പേരിടും. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിനോടുള്ള സംവത്സരങ്ങൾക്ക് മുമ്പേ ഉള്ള ദൈവിക വാഗ്ദത്തമാണ് യഹോവ നമ്മോട് കൂടെ. ഇമ്മാനുവേൽ. ഇന്ന് രാത്രി ഹല്ലേലൂയ പ്രാരംഭമായി പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, ആരെല്ലാം നിങ്ങളുടെ കൂടെ ഇല്ലാതിരുന്നാലും, ഒറ്റപ്പെട്ട അവസ്ഥകളിൽ കൂടെ നിങ്ങൾ കടന്നുപോയാലും, ഒരുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ യഹോവ നമ്മോട് കൂടെ. ആഹാസ്, ദുഷ്ടനായ ആഹാസ് ദൈവത്തോട് ആലോചന ചോദിക്കാതിരുന്നപ്പോൾ, അടയാളം ചോദിക്കാതിരുന്നപ്പോൾ, അടയാളത്തെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചായിരുന്നു അല്ലേ? ഹല്ലേലൂയ. നമ്മുടെ ഗിദെയോൻ അടയാളം ചോദിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവം അത് നൽകി കൊടുക്കുന്നുണ്ട്. നല്ല അടയാളങ്ങളെ കർത്താവ് ഹല്ലേലൂയ ചോദിക്കുമ്പോൾ മാനിച്ച് നൽകാറുണ്ടെന്നൊക്കെ നാം ചിന്തിച്ചു. മറന്നുപോയെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ ആഹാസ് അടയാളത്തെ ചോദിച്ചില്ല. ദൈവം അവന് ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഒരു അടയാളം നൽകുകയാണ്. ഇതാണ് അടയാളം. ഹല്ലേലൂയ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കണം. കന്യക എന്നുള്ള പദത്തെ കുറിച്ച് അധികം ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അനവധി വേദഭാഗങ്ങൾ അതിനുണ്ട്. അതൊന്നും തൊടാതെ 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കും. ദൈവം നമ്മോട് കൂടെ എന്നുള്ള പദം. ഹല്ലേലൂയ. ആഹാസ് ഉൾപ്പെടെയുള്ളവർ ദൈവത്തിനോട് അടയാളം ചോദിക്കാൻ വിസമ്മതിച്ചു നിന്നപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഒരു അടയാളം തരികയാണ്. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ശേഷം 1-ാം അധ്യായം നമുക്ക് അറിയാവുന്ന ഭാഗമാണെങ്കിൽ ഒന്ന് പറഞ്ഞു പോകാം. 1-ാം അധ്യായത്തിന് 26, 27 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രയത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്ന പേര് പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. അവൾക്ക് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന പദമുള്ള ക്രിസ്തുവിനെ കർത്താവ് നൽകുന്നു എന്ന് കാണാൻ കഴിയും. യേശു കർത്താവിന്റെ ജനനത്തെ ഈ രാജാക്കന്മാരോടുള്ള ബന്ധത്തിൽ കണക്ട് ചെയ്താണ് യെശയ്യാവ് പഠിപ്പിക്കുന്നത്. അതിന്റെ 7-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. 15-ാമത്തെ വാക്യങ്ങളൊന്ന് വായിച്ചു. തിന്മ തള്ളി നന്മ തെരഞ്ഞെടുപ്പാൻ ബാലന് പ്രായമാകും മുമ്പേ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. യേശു കർത്താവ് തൈരും തേനും കൊണ്ടാണ് ഉപജീവിച്ചതെന്ന് ഹല്ലേലൂയ ഈ വചനഭാഗങ്ങൾ എനിക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. കർത്താവ് ഭക്ഷിച്ചിരുന്ന ഭക്ഷണം എന്തായിരുന്നു എന്നുള്ളത്
അവിടെ എഴുതിയിരിക്കുന്നത്. തൈരും തേനും കൊണ്ട് പ്രായമാകും വരെ ഉപജീവിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മാത്രമാണ് സംസാരിക്കുന്നത്. പൊതുവെ എന്താണ് തൈരും തേനും? സാധാരണയായി ഇസ്രായേൽ ജനത്തിൽ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഒരു പ്രത്യേക ഭക്ഷണമാണ് തൈരും തേനും എന്നുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കർത്താവ് സ്പെഷ്യലായിട്ടുള്ള ഫുഡൊന്നും കഴിച്ചില്ല അല്ലെ? ദൈവപുത്രനാണ്. അതുകൊണ്ട് ദൈവപുത്രന് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കണം. സ്വർഗത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നവൻ, പിതാവിനോട് സമത്വം ഉണ്ടായിരുന്നവൻ, വചനമായിരുന്നവൻ, തൃത്വത്തിൽ ഒരുവനായിരുന്നവൻ താണ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കർത്താവിന് നൽകണമെന്നൊന്നും ദൈവം തീരുമാനിച്ചില്ല അല്ലെ? ജനിച്ചത് എന്താ? എവിടെയാണ് ജനിച്ചത്? ബേത്ലഹേമിലെ സാധാരണ ഒരു സ്ഥലത്ത് അല്ലേ? പുൽത്തൊട്ടിയിലാണ് ജനിച്ചത്. വഴി അമ്പലത്തിൽ സ്ഥലമില്ല അല്ലെ? പുൽത്തൊട്ടിയിൽ ജനിക്കേണ്ടതായിട്ട് വന്നു. പ്രത്യേക കൺസിഡറേഷൻ ഒന്നും ബാലനാണെന്നുള്ളൊരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ദൈവമാണെന്നുള്ള കൺസിഡറേഷൻ ഒന്നും കർത്താവിന് ചെറുപ്പകാലങ്ങളിൽ ലഭിച്ചിരുന്നില്ല എന്നാണ്. സോ ഒരു സാധാരണ ബാലനെ പോലെ അന്നത്തെ ഇസ്രായേലിലെ ജനത്തിലെ അവരുടെ കുഞ്ഞുങ്ങൾ ഭക്ഷിച്ചിരുന്ന തൈരും തേനും ഭക്ഷിച്ചാണ് അദ്ദേഹം വളർന്നത്. അപ്പനും അമ്മയ്ക്കും കീഴടങ്ങിയിരുന്ന ഭാഗങ്ങൾ ദൈവത്തിൽ കാണാൻ കഴിയും. കർത്താവിന്റെ 12-ാം വയസ്സിന് ശേഷം കർത്താവ് എവിടെയായിരുന്നു എന്നുള്ള ഒരു ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒരൊറ്റ വാക്യത്തിൽ ആ പദം ഒതുക്കിയിരിക്കുകയാണ്. അവൻ അപ്പനും അമ്മയ്ക്കും കീഴടങ്ങിയിരുന്നു. ഒരു സാധാരണ ബാലകനെ പോലെ, സാധാരണ പുരുഷനെ പോലെ, ഇവൻ തച്ചന്റെ മകനല്ലേ എന്ന് പറയുന്നുണ്ടല്ലേ? അപ്പോൾ ഒരു തച്ചന്റെ മകൻ എങ്ങനെ ആയിരിക്കുമോ, ആശാരിപ്പണി എങ്ങനെ ചെയ്യുമോ അതൊക്കെ ചെയ്ത് കർത്താവ് ഒരു സാധാരണക്കാരനായി ജീവിച്ചു. ദൈവത്തിൽ നിന്നൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കർത്താവിന് ഇന്ന് ലഭിച്ചിരുന്നില്ല എന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ കർത്താവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ, ഈ രാജാക്കന്മാരുടെ ബന്ധത്തിൽ ഒരു ദൂത് പ്രവാചകനായ യെശയ്യാവോട് പ്രവചിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ ഈ രണ്ട് രാജാക്കന്മാരുടെ ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. മുമ്പുള്ള അധ്യായങ്ങൾ നമ്മൾ കണ്ട് ആരാ രാജാക്കന്മാരെന്ന്. 2 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 15-5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അശൂർ രാജാവിനെ കുറിച്ച് അവിടെ കാണുന്നുണ്ട്. അശൂർ രാജാവ് ദമ്മേശക്കിനെതിരായി യുദ്ധം ചെയ്ത് അതിലെ രാജാവായ രേസിനെ വധിച്ചു കളയുന്ന ഒരു ഭാഗം നമുക്ക് അവിടെ കാണാനുണ്ട്. പേക്കഹിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചായിരുന്നു. ഇസ്രായേൽ രാജാവ് ഓർമ്മയിലുണ്ടോ എന്ന് അറിയത്തില്ല. പേക്കഹി ഇസ്രായേൽ രാജാവാണ്. അവനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി ഹോശയ അവനെ കൊന്നുകളയുന്ന ഭാഗങ്ങൾ അവിടെ കാണുന്നുണ്ട്. അപ്പം കർത്താവിന് പ്രായമാകുന്നത് വരെ കർത്താവ് നന്മ തിന്മകളെ കുറിച്ച് അറിഞ്ഞ് തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുവാൻ യേശു കർത്താവിന് പ്രായമാകും മുമ്പേ ഈ 2 രാജാക്കന്മാരെ കർത്താവ് അവരുടെ ദേശത്തെ ഉപേക്ഷിക്കുമെന്നുള്ള ദൂത് യെശയ്യാ പ്രവാചകൻ സംവത്സരങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചതിന് ശേഷമാണ് കർത്താവിന്റെ ജനനം. ഈ 2 രാജാക്കന്മാരുടെ ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നുള്ള ദൈവത്തിന്റെ ദൂത് അക്ഷരികമായി നിവർത്തീകരിക്കപ്പെടുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേസിനെ വധിക്കുന്നതും പേക്കഹിനെ വധിക്കുന്നതും നമുക്ക് മനസ്സിലാക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ 17-ാമത്തെ വാക്യം, യഹോവ നിന്റെ മേലും എഫ്രൈം യഹൂദയെ വിട്ടു. ഇത് ഒറ്റ രാജ്യമായിട്ട് നിന്നിരുന്നതാണ് ഇസ്രായേൽ. എന്നാൽ ഹല്ലേലൂയ അവിടെ ഒരു പദം എഴുതിയിരിക്കുന്നു, നിങ്ങൾ 2 രാജ്യമായി പിരിയാൻ പോവുകയാണ്. നിന്റെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ പിതൃഭവനത്തിന്മേലും എഫ്രൈം യഹൂദയെ വിട്ടുപിരിഞ്ഞ നാൾ മുതൽ. എഫ്രൈം എന്നുള്ളത് ഇസ്രായേലിനെ യഹൂദയെ കാണിക്കുന്നതാണ്. ഇസ്രായേൽ എന്നും യഹൂദ എന്നും 2 രാജ്യങ്ങളായി ഹല്ലേലൂയ പ്രാഥമിക ഇസ്രായേൽ വേർതിരിഞ്ഞു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 2 ദിനവൃത്താന്തം 20 പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഹിസ്റ്ററി അധികം ഒരു സന്തോഷം തരാത്ത ആയതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കാതെ ഓടുന്നത്. കാരണം ഇതെല്ലാം നമ്മൾ പഠിക്കും, ഞങ്ങൾക്ക് എന്തെടുക്കാനാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും. ഞാൻ മറ്റു ചില ദൂതുകളിലേക്ക് അവസാനമായിട്ട് വന്ന് പ്രാർത്ഥിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ അധ്യായത്തിൽ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒന്ന് തൊട്ടു പോകുന്നതേ ഉള്ളൂ. 2 ദിനവൃത്താന്തം 28-ാം അധ്യായത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ വലിയൊരു കൂട്ടത്തെ അടിമകളാക്കി ദമസ്കത്തിലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. 2 ദിനവൃത്താന്തം 28-16 ഇസ്രായേൽ രാജാവായ പേക്കഹ് 1,20,000 യഹൂദന്മാരെ കൊന്നുകളഞ്ഞു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. 2 ദിനവൃത്താന്തം 25-ാമത്തെ അധ്യായത്തിൽ പേക്കഹ് 2,00,000 യഹൂദരെ ശമര്യയിലേക്ക് അടിമകളാക്കി കൊണ്ടുപോയെങ്കിലും ഓദേദ് പ്രവാചകന്റെ ആലോചന പ്രകാരം വിട്ടയച്ചു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഒന്ന് വിശദീകരിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഇതൊക്കെ യെശയ്യാ പ്രവാചകനിൽ കൂടെ വെളിപ്പെട്ട ദൈവിക ആലോചനകൾ, സംവത്സരങ്ങൾക്ക് മുമ്പുള്ള ദൈവിക ആലോചനകൾ വാസ്തവമായി കർത്താവിന് പ്രായമാകുമ്പോൾ നിവർത്തീകരിക്കപ്പെടുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ഒറ്റ പദത്തിൽ അവിടെ നമുക്കത് ചിന്തിക്കാം. ഹല്ലേലൂയ, എത്ര സംവത്സരങ്ങൾ പഴക്കമുള്ള ദൂതാണെങ്കിലും കർത്താവ് നിന്നോടൊരു
ദൂത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നോടൊരു ആലോചന സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ സഭയെക്കുറിച്ച്, വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, തലമുറകളെക്കുറിച്ച് ദൈവം ഒരു ആലോചന പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദൈവദാസനിൽ കൂടെ അല്ലെങ്കിൽ ഒരു വചനം ശുശ്രൂഷിക്കുമ്പോൾ ഒരു വചന വെളിപ്പാടിൽ കൂടെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, എത്ര കാര്യങ്ങൾ വിരോധമായിരുന്നാലും ദൈവം അത് നിവർത്തീകരിപ്പാൻ തക്ക സമയത്ത് ഹല്ലേലൂയ നിവർത്തീകരിക്കാൻ ശക്തനായ ദൈവമാണ്. അതിനകത്ത് നമുക്ക് മനസ്സിലാക്കുവാനുള്ളൂ. ഹല്ലേലൂയ. 7-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അശൂർ അവർക്കെതിരെ തിരിയുന്ന ഒരു ഭാഗം നാം കാണുന്നുണ്ട്. അന്നാളിൽ യഹോവ മിസ്രയീമിലെ നദികളുടെ അറ്റത്തു നിന്ന് സിംഹം വിളിക്കുന്ന ഒരു പ്രത്യേകതരം കൊതുക് പോലത്തെ ഒരു ജീവി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത് വന്ന് കുത്തി കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര വിഷമാണ്. അപ്പോൾ ഈ മെച്ചിൽപ്പുറങ്ങളിലായിരിക്കുന്ന കന്നുകാലികൾ വരെ ഈ സ്പെഷ്യലായിട്ടുള്ള സിംഹം എന്ന് പറയുന്നത് ഈ തേനീച്ചയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഈ കന്നുകാലികൾ വരെ കൂട്ടത്തോട് ഓടിക്കളയും. ആനയെ വരെ കുത്തി വിഷം അതിന്റെ അകത്തേക്ക് പ്രവേശിച്ച് ആനയെയും സിംഹത്തെയും വരെ കൊന്നുകളയുവാൻ ശക്തിയുള്ള ഒരു തരത്തിലുള്ള സിംഹം എന്നറിയപ്പെടുന്ന ഒരു തേനീച്ചകൾ യഹൂദയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ആ ഭാഗം യെശയ്യാ സംസാരിക്കുമ്പോൾ അശൂർ ദേശത്തെ കുറിച്ചാണ്, അശൂർ സൈന്യത്തെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ അശൂർ സൈന്യത്തെ ദൈവം അവരുടെ നേരെ വരുത്തുവാൻ പോകുന്നു എന്നുള്ള പ്രവചനമാണ് 18-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ പോകുന്നത്. കൊതുകിനെയും അശൂർ ദേശത്ത് നിന്ന് തേനീച്ചയും ചൂളകുത്തി വിളിക്കും എന്നുള്ള ദൈവത്തിന്റെ. അപ്പൊ ദൈവത്തിന്റെ ഇതത്തിന്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിപരീതമായി തിരിഞ്ഞ ദൈവജനത്തിനെതിരെ ദൈവം രാജാക്കന്മാരെ അയക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് അവർ മടങ്ങി വരുവാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് എപ്പോഴും പ്രതിസന്ധിയിൽ കൂടെ, മറ്റ് രാജാക്കന്മാരുടെ പീഡനങ്ങളിൽ കൂടെ ഒക്കെ അവരെ കടത്തിവിട്ടത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ കുറെ ഭാഗങ്ങൾ താഴോട്ട് എഴുതിയിട്ടുണ്ട് അല്ലെ. അവയൊക്കെയും വന്ന് ശൂന്യമായ താഴ്വരകളിലും പാറപ്പുഴപ്പുകളിലും എല്ലാം ഉൾപ്പെടുന്നതിലും എല്ലാ മേച്ചിൽപ്പുറകളിലും പറ്റും. ഇത് അശൂർ സൈന്യത്തെ കുറിച്ച്. അശൂർ സൈന്യം ഇസ്രായേൽ ജനത്തെ നിർവീര്യമാക്കുന്ന അല്ലെങ്കിൽ ശൂന്യമാക്കുന്ന പ്രവചന ശബ്ദങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അശൂർ രാജാവിനെ കൊണ്ട് തന്നെ തലയും കാലും ശൗര്യം ചെയ്യും, അത് താടിയും കൂടെ നീക്കും. വന്നാൾ എടുത്തത് പശു കിടാവിനെ 2 പാട്ടിൻകുട്ടിയെ വളർത്തും. അവയെ കറന്ന് കിട്ടുന്ന പാലിന്റെ പെരുപ്പം കൊണ്ട് അവർ തൈര് തന്നെ കൊച്ചു കഴിക്കും. കൊച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈരിനകത്തുനിന്ന് പാലിനകത്തുനിന്ന് കടഞ്ഞെടുക്കുന്ന വെണ്ണയാണ്. ഈ ദേശത്ത് ദേശിക്കുന്ന ഏവരുടെയും ആഹാരം തൈരും തേനുമായിരിക്കും. അതവിടെ വിശദീകരിക്കാൻ കാണും. അശൂർ ഈ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ അവർ സാമ്പത്തികമായ ഒരു പരാധീനതയിലേക്ക്, ഒരു തകർച്ചയിലേക്ക് പോകും. നല്ല ഭക്ഷണങ്ങളൊന്നും വാങ്ങിച്ച് കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാകും. തൈരിലേക്കും തേനിലേക്കും വെണ്ണയിലേക്കും ജനം തിരിയും. അങ്ങനെ പാലിനെ, ആട്ടിൻകുട്ടികളെ അല്ലെങ്കിൽ കന്നുകാലികളെ ആശ്രയിച്ച് അവരുടെ പാല് മാത്രം ഭക്ഷിച്ച് ജീവിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ ജനം വരുമെന്നുള്ള ദൈവത്തിന്റെ ആലോചനയാണ് അവിടെ കാണുന്നത്. ദൈവത്തോട് മറുതലിക്കുന്നവന്റെ സിറ്റുവേഷൻ മോശമാകും എന്നുള്ളൊരു ദൂതാണ് അതിനകത്ത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. 8-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഒരു വലിയ പടകെടുത്ത് സാമാന്യ അക്ഷരത്തിൽ മഹേർ ശാലാൽ ഹാശ്ബസ് എന്ന് എഴുതുക. പ്രൈസ് ദി ലോർഡ്. മഹേർ ശാലാൽ ഹാശ്ബസ് ഇതാരെന്ന് പറയാമോ? ശ്യാമിന് ജനിക്കാൻ പോകുന്ന ഒരു മകന്റെ പേരാണ് മഹേർ ശാലാൽ ഹാശ്ബസ്. യഹോവ അവനോട് കൽപ്പിച്ചത്, നീ ഒരു വലിയ പലകയെടുത്ത്. പണ്ട് പലകകളിലും അതുപോലെ ആട്ടിൻ തോലിലും ഒക്കെയാണ് ഈ വചനഭാഗങ്ങളൊക്കെ എഴുതിയിരുന്നത്. ചുരുളുകളിലുമൊക്കെയാണ്. അന്ന് പേപ്പറൊന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അപ്പം ആട്ടിൻ തോലിലും ചുരുളുകളിലും അതുപോലെ തന്നെ പലകകളിലുമൊക്കെയാണ് ദൈവം തന്ന അരുളപ്പാടുകളെ, വെളിപ്പാടുകളെ എഴുതി വച്ചിരിക്കുന്നത്. ഇന്ന് നമുക്ക് ബൈബിളുണ്ട്. ബൈബിൾ കൂടാതെ ഇന്റർനെറ്റിലും മൊബൈലിലും എല്ലാം നമുക്ക് ദൈവം അവൈലബിൾ ആകുന്ന ഒരു ആധുനിക കാലഘട്ടത്തിലേക്ക് നാം വന്നു കഴിഞ്ഞു. പക്ഷെ ഇതിന്റെയൊക്കെ ഉത്ഭവം അല്ലെങ്കിൽ വചനമൊക്കെ എഴുതപ്പെട്ടിരുന്ന ഉത്ഭവം അല്ലേ ഈ പശുക്കിടാങ്ങളുടെ തോലുകളിലും അല്ലെങ്കിൽ ചുരുളുകളിലും അതുപോലെ പലകകളിലുമൊക്കെ ദൈവദാസന്മാർക്ക്, പ്രവാചകന്മാർക്ക് കൊടുത്ത അതാത് കാലഘട്ടങ്ങളിലെ അരുളപ്പാടുകൾ അവർ എഴുതി വച്ചിരുന്നു. ഇതൊക്കെ ക്രമീകരിച്ചാണ് നമുക്ക് ഇന്ന് വായിക്കുന്ന രീതിയിലുള്ളൊരു ദൈവജനം ലഭിച്ചത്. നമുക്കറിയാം, വേറൊരു ദൈവദാസനോടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നുണ്ട്, നീ എഴുതുക. ആരാന്ന് പറയാമോ? ഇടയ്ക്ക് നിങ്ങളോട് ചോദ്യം ചോദിക്കാം. നീ എഴുതുക, തെളിവായി എഴുതുക, ഓടിപ്പോകുമ്പോൾ കാണത്തക്ക രീതിയിൽ എഴുതുക. ആരോടാ പറഞ്ഞേ? ഹബക്കൂക്ക് പ്രവാചകനോട് പറഞ്ഞല്ലേ,
ഓടിപ്പോകുമ്പോൾ കാണത്തക്ക രീതിയിൽ, വായിക്കത്തക്ക രീതിയിൽ തെളിവായി എഴുതുക. അപ്പൊ ദൈവം അരുളി ചെയ്ത ദൈവത്തിന്റെ അരുളപ്പാടുകൾ മിസ്സാക്കാതെ എഴുതി വെക്കുവാൻ ഹല്ലേലൂയ തന്റെ ജനത്തോട് പരിശുദ്ധാത്മാവ് പ്രവാചകനോട് സംസാരിച്ചിട്ടുണ്ട്. നാം അത് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ വെളിപ്പെടുന്ന ഒരു സമയത്ത് ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവായിട്ട് ഇങ്ങനെ കണക്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ദൈവം നമ്മുടെ അധരങ്ങളിൽ ദൂതുകളും ആലോചനകളും ഒക്കെ തരും. അപ്പൊ നമ്മൾ ചിന്തിക്കാത്ത ആലോചനകളും ദൂതുകളും പ്രവചന ശബ്ദങ്ങളും ഒക്കെ ആയിരിക്കും കർത്താവ് നമുക്ക് തരുന്നത്. പിന്നീട് എപ്പോഴേലും അത് പ്രാർത്ഥന കഴിഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറന്നു. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, പ്രാർത്ഥിക്കുന്ന സമയത്ത് മൊബൈലൊന്ന് റെക്കോർഡ് ചെയ്തു, മൊബൈലൊന്ന് റെക്കോർഡ് ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയാം, പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ നോർമൽ രീതിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്നുവെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ഒരു നിയോഗം വെളിപ്പെടുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന, ദൈവത്തിന്റെ ആലോചനകൾ എൻ്റെ അധരങ്ങളിൽ തന്നെ വരും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കർത്താവ് ജൽപ്പനങ്ങളായി മാറരുത്. എപ്പോഴും ജാതികളാണ് ജൽപ്പനങ്ങൾ ചെയ്യുന്നത്. എനിക്കിത് വേണം, എനിക്കത് വേണം, എനിക്ക് വിസ വേണം, എനിക്ക് ജോലി വേണം, എൻ്റെ തലമുറ, ഇതൊക്കെ ജാതികളുടെ പ്രാർത്ഥനയാണ്. ജാതികൾ പ്രാർത്ഥിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് തെറ്റില്ല. പക്ഷെ ജാതികളെ പോലെ നിങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കരുത്, ജൽപ്പന ചെയ്തുകൊണ്ടിരിക്കരുത്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും എന്നൊരു പദം ദൈവത്തിന്റെ വചനത്തിൽ കാണാൻ കഴിയും. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്നൊരു പദം കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക? വ്യക്തിപരമായ പ്രാർത്ഥന. ഒന്നാമത് വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം എടുക്കണം. അത് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലെ? കഥ അടച്ചിരുന്ന് രഹസ്യ പ്രാർത്ഥന, രഹസ്യത്തിൽ പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട്. രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നവർക്കേ രഹസ്യത്തിൽ പ്രതിഫലം ദൈവം തരുത്തുള്ളൂ. അപ്പോൾ രഹസ്യത്തിൽ പ്രതിഫലം വരണമെങ്കിൽ രഹസ്യത്തിൽ ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടായിരിക്കണം. രഹസ്യത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകാതെ കർത്താവിൽ നിന്നൊന്ന് കേൾക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇനി കർത്താവ് എങ്ങനെ, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം, കർത്താവ് എങ്ങനെയാണ് സംസാരിക്കുന്നത്? കർത്താവ് നമ്മുടെ നാവിൽ കൂടെ തന്നെ സംസാരിക്കും, നമ്മുടെ അധരങ്ങൾ കൊണ്ട് തന്നെ സംസാരിക്കും. പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ രഹസ്യ പ്രാർത്ഥനയിൽ, നമ്മുടെ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയിൽ നമ്മെ ഒന്ന് വിട്ടുകൊടുത്തിട്ട് അന്യഭാഷകളൊക്കെ ഇങ്ങനെ ഒന്ന് സംസാരിച്ച് വരുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെയുള്ള ദൂതുകളൊക്കെ വെളിപ്പെട്ട് വരുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ചിലപ്പോൾ ഒരു വചന വെളിപ്പാടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ പേര് തന്നെ നമ്മൾ വിളിച്ച് പ്രവചിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ഒരു വചന വെളിപ്പാട് ദൈവം തരും, ശമൂവേലിനെ കുറിച്ച്, ദാവീദിനെ കുറിച്ച്. എന്നിട്ട് അതിനകത്ത് ഒരു ആലോചന വെച്ചിട്ട് ദൈവം അത് നമ്മുടെ നാവിൽ കൂടെ തന്നെ പറയും. അതുകൊണ്ടാണ് ഞാനത് റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ അന്നേ വരെ പറഞ്ഞു, ചിലപ്പോൾ അന്നേരം മറന്നുപോകും, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് മറന്നുപോകും. ഞാനത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പ്രസ് ചെയ്ത് വെക്കുമ്പോൾ എനിക്കറിയാം, ഇത് ദൈവം എന്നോട് സംസാരിച്ച, ഞാൻ മറന്നു പോയെങ്കിലുമുള്ള ആലോചനകൾ. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇടയ്ക്ക് ചിലരെ പ്രാർത്ഥനയിലൊക്കെ ഓർമ്മ വരും. എനിക്ക് എൻ്റെ കൂടെ എൻ്റെ വിശ്വാസി വന്ന ഫ്രണ്ട്സിനൊക്കെ ഓർമ്മ വരും. ഈ നമ്മുടെ ബ്രദറിന്റെ പേര് ഞാൻ മറന്നുപോയി, നാട്ടിൽ പോയ നമ്മുടെ ഫേവയിൽ വർക്ക് ചെയ്യുന്ന ബ്രദർ. ഞാൻ ചില സമയങ്ങളിലൊക്കെ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല, പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മ വരും. ടിജോയുടെ പേര് എനിക്ക് ഓർമ്മ വരും. ടിജോയുടെ പേര് എനിക്ക് പെട്ടെന്ന്, എനിക്കറിയില്ല, ചില പ്രാർത്ഥിക്കും ടിജോയുടെ പേര് പെട്ടെന്ന് മനസ്സിലേക്ക് വരുമ്പോൾ ഞാൻ അവനെ വെച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയാം അവനോട് പറയുന്ന ആലോചന എങ്ങനെ വരുന്നത്. അപ്പൊ എനിക്കറിയാം, ഞാൻ പെട്ടെന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ പലപ്പോഴും അവൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ അയച്ചു കൊടുത്തപ്പോൾ അവനോട് പറയും, കറക്റ്റ് ദൂത ഭാഷ പറഞ്ഞ കറക്റ്റാണ്, ഞാൻ ചിന്തിച്ച കാര്യം, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഭാഷ കറക്റ്റായിട്ട് പറയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിലുണ്ട്, അദ്ദേഹത്തോട് ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് പ്രവചനാത്മാവിൽ സംസാരിക്കും. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇതെല്ലാം എല്ലാ കൃപാവരങ്ങളും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്ന് അതോ ആഗ്രഹിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് പരിശുദ്ധാത്മ ഉള്ളവനോട് കൂടുതലാണ്, ഉള്ളവർക്കാണ് ദൈവം പിന്നെ കൊടുക്കുന്നത്, അല്ലേ? ഇല്ലാത്തവന്റെ കയ്യിൽ നിന്നുള്ളത് കൂടെ നിനക്ക് ദൈവം തന്നിരിക്കുന്ന താനെന്ന് നീ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ, അത് പ്രാർത്ഥനയിൽ അഭിഷേകത്തിൽ പരിശുദ്ധാത്മ നിറയിൽ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ അത് പതുക്കെ ചോർന്നു പോകാൻ ഇല്ലാതായി. എന്നാൽ നീ അതിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്നാൽ ഹല്ലേലൂയ ദൈവം അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ വാട്സപ്പ് വഴി ഇങ്ങനെ പ്രവചിച്ച് ദൂത് അയക്കാറുണ്ട്, അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അത് ഞാൻ പറഞ്ഞു വന്നത്, അവർക്ക് കൊടുത്തിരിക്കുന്ന ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവർ റെക്കോർഡ് ചെയ്തിരുന്നു. ഹല്ലേലൂയ. നമുക്ക് ഡിവൈഷനുണ്ട്, അല്ലെങ്കിൽ നോട്ട്സ് ഉണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഒരു നോട്ട് ബുക്കായിട്ടൊക്കെ കയറുക. അത് അങ്ങോട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ, കർത്താവ് എനിക്ക് അത് ചെയ്തു തരണം, എനിക്ക് ഇത് ചെയ്തു തരണം, അങ്ങനെ ചെയ്തു തരണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് പറയുന്നതൊക്കെ എൻ്റെ മോനെ നീ ഇത് ചെയ്യണം, ഇങ്ങനെ നടക്കണം. ദൈവം പറയുന്നത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നതിൽ നോട്ട് ചെയ്ത് നോക്ക്. കർത്താവിനോട് ഇത് സംസാരിച്ചു, ഈ ദൂതാണ്, ഈ ആലോചനയാണ്, അത് നിവർത്തീകരിക്കപ്പെടാൻ പോകുന്നു, അല്ലെങ്കിൽ ഇന്ന മാസം അത് സംഭവിക്കാൻ പോകുന്നു. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ദൈവം തന്നെ ജനത്തിന് കൊടുത്ത, പ്രവാചകന്മാർക്ക് കൊടുത്ത ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവർ റെക്കോർഡ് ചെയ്തിരുന്നു എന്നാണ് ആ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത്. യഹോവ എന്നോട് കൽപ്പിച്ചോ, നീ വലിയ പലകെടുത്ത് മഹേൽ ശാലാൽ ഹാഷ് ബസ് എന്നെഴുതുക. മഹേൽ എന്ന പദത്തിന്റെ അർത്ഥം പെട്ടെന്ന്,
ശാലാൽ എന്ന പദത്തിന്റെ അർത്ഥം കൊള്ള. ഹാഷ് എന്ന പദത്തിന്റെ അർത്ഥം പങ്കിടുക. ഹല്ലേലൂയ. പെട്ടെന്ന് ഹാഷ് ബസ്, പെട്ടെന്ന് കൊള്ള പങ്കിടുക എന്നുള്ള പദമാണ് ആ പദത്തിന്റെ അർത്ഥം. യെശയ്യാ പ്രവാചകന്റെ ഒരു മകന്റെ പേര് ഹലേ മഹേർ ശാലാൽ ഹാഷ് ബസ് എന്നാണ്. ഹല്ലേലൂയ. അശൂർ രാജാവ് ഈ ദേശത്തെ കൊള്ളയടിക്കാൻ പോകുന്നു. എങ്കിലും വേഗത്തിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുമെന്നുള്ള ദൈവത്തിന്റെ ആലോചന യെശയ്യാവിന് കൊടുക്കാൻ വേണ്ടി യെശയ്യാവിന്റെ മകന്റെ പേര് പരിശുദ്ധാത്മ പറയുകയാണ്, ഈ മകൻ ഈ പേരിടണം. എന്താണ്? മഹേർ ശാലാൽ ഹാഷ് ബസ് എന്നുള്ള പേരിടുക. ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. അശൂർ സൈന്യം ആക്രമിക്കുമെങ്കിലും കർത്താവ് ഹല്ലേലൂയ ഒരു പ്രവൃത്തി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകൻ മറ്റൊരു മകന്റെ പേര് ശയാർ-യാശോബ് എന്നാണ്. ശയാർ-യാശോബിന്റെ പദത്തിന്റെ അർത്ഥം ഒരു ശേഷിപ്പ് മടങ്ങി വരുമെന്നാണ്. ഹല്ലേലൂയ. പിശാച് എത്ര മുടിച്ചാലും, പിശാച് എത്ര തകർത്താലും, ഹല്ലേലൂയ എന്തൊക്കെ ചെയ്താലും കർത്താവിന് വേണ്ടി ഒരു ശേഷിപ്പ് മടങ്ങി വരും. പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനം ഹല്ലേലൂയ വീണ്ടും എഴുന്നേറ്റ് വരും. അതുകൊണ്ടാണ് യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത്, ഹല്ലേലൂയ ഒരു കുറ്റി വെട്ടിക്കളഞ്ഞാലും, ഒരു വൃക്ഷം വെട്ടിക്കളഞ്ഞാലും അത് പൊട്ടിക്കിളിർക്കുവാനിടയാകും. ഒരു വെള്ളത്തിന്റെ ചെറിയ ഗന്ധമുണ്ടെങ്കിൽ അത് പൊട്ടിക്കിളിർക്കുവാനിടയായിത്തീരും. പിശാച് എത്ര നശിപ്പിക്കാൻ ശ്രമിച്ചാലും, തകർക്കുവാൻ ശ്രമിച്ചാലും, കുടുംബങ്ങളെ, സഭയെ, വ്യക്തിപരമായ ജീവിതത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും, ഒരു ചെറിയ തണുപ്പ് പരിശുദ്ധാത്മാവിന്റെ ഉണ്ടെങ്കിൽ വിശ്വാസമുണ്ടോ? ഒരു ചെറിയ നനവ് അത് ആരാധനയിലായിരിക്കും ലഭിക്കുന്നത്, അല്ലേ? ഒരുമിച്ച് സ്വഭാവം കൂടുമ്പോഴായിരിക്കും ലഭിക്കുന്നത്, അല്ലെ? ബൈബിൾ ക്ലാസ്സിനിടയ്ക്കായിരിക്കും ലഭിക്കുന്നത്. ഒരു ചെറിയ നനവ് മതി, അത് പൊട്ടിക്കിളിർക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് ഒരു മകന്റെ പേരെന്താണ്? ശയാർ-യാശോബ്. അത് ഒരു ശേഷിപ്പ് മടങ്ങി വരും. ഇനി യെശയ്യാവിന്റെ പേരിന്റെ അർത്ഥം, യെശയ്യാവിന്റെ പേരിന്റെ അർത്ഥം പറയാമോ? ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു യെശയ്യാവ് എന്ന പേരിന്റെ അർത്ഥം ഓർമ്മയുണ്ടോ? യെശയ്യാ തുടങ്ങിയവ പറഞ്ഞ കാര്യമാണ്. യെശയ്യാവിന്റെ അർത്ഥം യഹോവയുടെ രക്ഷ. അപ്പോൾ ഒരു ഭവനത്തിലുള്ള 3 പേരുടെ പേര് കണ്ടില്ലേ? ഹല്ലേലൂയ. യഹോവ രക്ഷയായിരിക്കുന്നവൻ, യഹോവ ഒരു ശേഷിപ്പ് കൊണ്ടുവരും, യഹോവ ശത്രുവിന്റെ പക്കൽ നിന്ന് വിടുവിച്ച് കൊള്ള പങ്കിടുവാൻ നമ്മെ സഹായിക്കും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു കുടുംബമായി തീരണമെന്ന്? അത് പദം പറഞ്ഞതുകൊണ്ട് ഞാൻ അതിന്റെ 18ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരികയാണ്. 8ന്റെ 18ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരിക. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ പദങ്ങൾ ശ്രദ്ധിക്കുക. യോശുവ പദം പറഞ്ഞാൽ ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യെശയ്യാ നമ്മോട് പദം പറയുകയാണ്, ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിന് ഒരു അടയാളമായിരിക്കുമെന്ന്, ഞാൻ ഒരു അത്ഭുതമായിരിക്കുമെന്ന്. രാത്രി വിശ്വാസമുണ്ടോ? സമയം തീരാൻ പോവുക. വിശ്വാസമുണ്ടോ? ഈ രൂപം ഏറ്റെടുത്ത് പ്രാർത്ഥന മടങ്ങാൻ പോവുകയാണ്. വിശ്വാസമുണ്ടോ? എന്റെ കുടുംബം, എന്റെ തലമുറകൾ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിൽക്കുന്ന തലമുറകളായി, കർത്താവിന്റെ അത്ഭുതമുള്ളവരായി. ഹല്ലേലൂയ. ഇസ്രായേലിൽ ഒരു അത്ഭുതം, ഹല്ലേലൂയ. ഇസ്രായേലിൽ ഒരു അടയാളം, ഇസ്രായേലിൽ ഒരു അത്ഭുതം. എന്റെ തലമുറകൾ, എന്റെ സഭ, എന്റെ വ്യക്തിപരമായ ജീവിതം, എന്റെ കുടുംബം ആരെ വരെ കുത്തിനോൽപ്പിക്കുവാൻ കഴിയുന്ന ശക്തിയുള്ളതുപോലെ അതിനെ താരതമ്യപ്പെടുത്തി അശൂർ സൈന്യത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും പ്രവാചകൻ പറയുകയാണ്, ദൈവം നമ്മോട് കൂടെ. ഇന്ന് രാത്രി ദൈവസഭയെ നോക്കി പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, നിന്റെ ജോലിയിൽ ഒരു വിഷയം ഉണ്ടായാലും, നിന്റെ തലമുറയിൽ ഒരു വിഷയം ഉണ്ടായാലും, നിന്റെ സ്ഥിതികളിൽ നിനക്ക് വിരോധമായി തീർന്നാലും, ഇന്ന് രാത്രി അടയാളം ചോദിക്കാതിരിക്കുമ്പോൾ ദൈവം ഇസ്രായേലിന് വേണ്ടി ഒരു അടയാളം നൽകുകയാണ്. യഹോവ നമ്മോട് കൂടെ. ഇമ്മാനുവേൽ. ഇന്ന് രാത്രി
യഹോവ നമ്മോട് കൂടെ ആയിരിക്കണമെങ്കിൽ മറിയ പരിശുദ്ധാത്മാവിൽ ജനിക്കണം. ജനിച്ചു കഴിഞ്ഞാലല്ലേ പേരിടാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ജനിച്ചിട്ടാണ് യഹോവ നമ്മോട് കൂടെ എന്നുള്ള പേരിടുന്നത്, ഇമ്മാനുവേൽ. അപ്പോൾ യഹോവ നമ്മോട് കൂടെ ആയിരിക്കണമെങ്കിൽ മറിയോടുകൂടെ ഇമ്മാനുവേൽ എന്ന പേരിൽ കർത്താവ് ആയതുപോലെ യഹോവ നമ്മോട് കൂടെ ആയിരിക്കണമെങ്കിൽ നമ്മളും പരിശുദ്ധാത്മാവിൽ ജനിക്കണം. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കണം, നമ്മുടെ കടമകൾക്ക് നടക്കണം. അപ്പോൾ യഹോവ നമ്മോട് കൂടെ വ്യാപരിക്കും. നമ്മെ തൊടാതെ നമ്മോട് കൂടെ വ്യാപരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇസ്രായേലിനോട് കൂടെ വ്യാപരിച്ച ദൈവം നമ്മോട് കൂടെ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. അവനോട് പറയുകയാണ് പലകയെടുക്കുക. എന്നിട്ട് അത് ശീലമില്ലെങ്കിൽ ഒന്ന് ഇതൊരു പുതിയ ചിന്തയായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഒന്ന് ശീലിച്ചു തുടങ്ങുക. അല്ലേ? പാലിന്റെ കണക്കും അല്ലേ, ഇലക്ട്രിസിറ്റിയുടെ കണക്കും എല്ലാം എഴുതി വെക്കാറുണ്ടല്ലോ അല്ലേ? ഇതൊന്ന് എഴുതി വെക്കുക. കർത്താവ് എന്നോട് സംസാരിച്ചത് മുതൽ കർത്താവ് സംസാരിക്കണമെങ്കിൽ കർത്താവിനോട് കുറച്ച് അടുത്തിരിക്കണം അല്ലേ? ഈ മാർത്ത മറിയമുണ്ടല്ലേ, മാർത്ത ഫുഡ് ഉണ്ടാക്കാനേ പോകും. മാർത്ത വന്നിട്ട് പിന്നെ കംപ്ലൈന്റ് ചെയ്ത് വല്ല കാര്യമുണ്ട് അല്ലേ? അവള് ഫുഡ് ഉണ്ടാക്കാൻ പോയി, അവള് നല്ല കാര്യം ചെയ്ത്. പക്ഷെ എഴുതിയെടുക്കാൻ ഒരാളല്ലേ, കേൾക്കാൻ ഒരാള് ആദ്യം തെരഞ്ഞെടുത്തു. അവർക്ക് വേണം തെരഞ്ഞെടുക്കാൻ. മറിയ നീ പോയി ഫുഡ് ഉണ്ടാക്കാൻ, ഞാൻ കർത്താവിൻ്റെ അടുത്തിരിക്കാന്ന് തെരഞ്ഞെടുക്കാൻ. പക്ഷെ അവള് തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് മറിയ ചാടി കയറി. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന് എന്തെങ്കിലും കേൾക്കണമെങ്കിൽ കർത്താവിന്റെ അടുത്തിരിക്കണം. ടെൻഷൻ അടിച്ച് അടുക്കള പോയി കഴിഞ്ഞാൽ, ടെൻഷൻ അടിച്ച് ജോലിയുടെ പുറകെ പോയി കഴിഞ്ഞാൽ, ടെൻഷൻ അടിച്ച് മറ്റു കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ മാർത്തയുടെ അവസ്ഥ നമുക്കുണ്ടാകും. ഇത് ഞാൻ പറയാൻ ആഗ്രഹിച്ചില്ല. പരിശുദ്ധാത്മ പറയുന്ന ദൂത മാർത്തയുടെ അവസ്ഥ നമുക്കുണ്ടാകും. മാർത്ത നീ പലതിനെ ചൊല്ലി കർത്താവിന്റെ അടുത്തിരുന്നില്ലെങ്കിൽ, കർത്താവിൽ നിന്ന് കേട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം ടെൻഷനുകളുടെ ഒരു കൂട്ടമായിട്ട് മാറും. ജോലിയെ കുറിച്ച് ടെൻഷൻ, ആരോഗ്യ സഭയെ കുറിച്ച് ടെൻഷൻ, മക്കളെ കുറിച്ച് ടെൻഷൻ, ആരോഗ്യ ഭാവിയെ കുറിച്ച് ടെൻഷൻ അല്ലേ, സാമ്പത്തിക വിഷയങ്ങളെ കുറിച്ച് ടെൻഷൻ, എല്ലാത്തിനും പലതിനെ ചൊല്ലി വിചാരപ്പെടുന്ന അനുഭവത്തിൽ നിന്ന് മാർത്തേ നിനക്ക് മാറണമെങ്കിൽ നീ എന്റെ അടുത്തിരിക്കണം. അറിയ പോലെ ഞാൻ ചോദിക്കട്ടെ, എനിക്കറിയില്ല എന്താ ഇതുകൊണ്ട് വന്നേന്ന്, എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ അടുത്തിരുന്നവർക്ക് കർത്താവിൽ നിന്ന് 3 ദിവസം കേട്ട, കഴിഞ്ഞ ഇവിടെ കേട്ടോ അല്ലെ, കഴിഞ്ഞ ദിവസം എവിടെയോ, കർത്താവിന്റെ അടുത്ത് 3 ദിവസം ഇരുന്ന് ദൈവത്തിന്റെ വചനം കേട്ടവരെ കർത്താവ് അനാഥരായിരിക്കില്ല. നിങ്ങൾ 3 ദിവസമായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാതെ ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത് എന്റെ വചനം കേൾക്കുന്നല്ലോ. ഞാൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു വിടുകയാണ്. വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും നല്ല ഫുഡ് കഴിച്ച് ബലം പ്രാപിക്കാനാണ് കർത്താവ് പറഞ്ഞത്. അല്ല, കർത്താവ് എന്ത് ചെയ്തു? ഇവര് ഭക്ഷിപ്പാൻ അവർക്ക് കൊടുക്കും. ശിഷ്യന്മാരുടെ അധിപതികൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കും. പന്തിയായി 12 കൊട്ട നിറച്ചെടുത്തു. അപ്പൊ വചനം കേൾക്കുന്നവനെ വെറുതെ വിടുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, നീ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന സമയം നിനക്ക് വ്യർത്ഥമായി മാറത്തില്ല. അത് ജോലിക്ക് വേണ്ടി നീ സ്പെൻഡ് ചെയ്താലും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്താലും, ഹല്ലേലൂയ, നീ ചിന്തിക്കുക അതിനൊക്കെ സ്പെൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് എന്തോ അഡീഷണൽ കിട്ടുമോ? ഒന്നും കിട്ടാൻ പോകുന്നില്ല. നീ കർത്താവിന്റെ സന്നിധി ഇരുന്ന ഉള്ളതെല്ലാം കർത്താവ് നൽകും. 3 ദിവസമായി ഇരുന്ന ജനത്തിന് വേണ്ടി ദൈവം ഭക്ഷിക്കാൻ കൊടുത്തെങ്കിൽ, ഹല്ലേലൂയ, എന്റെ ദൈവത്തിന് അനാഥരായി വിടുകയില്ല. മറിയെ കുറിച്ച് ചിന്തിച്ച് അവളെന്ത് കംപ്ലൈന്റ് പറയുന്നുണ്ടല്ലേ, അവൾ ചിന്തിച്ച് കാണുമ്പോൾ എന്തൊരു സ്ത്രീയാണ്, ഞാൻ ഈ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. പക്ഷെ ഞാൻ ചിന്ത പറയാം, എന്നോട് ഇപ്പൊ പരിശുദ്ധാത്മ പറഞ്ഞൊരു ചിന്തയാണ്, യേശു കർത്താവിന്റെ മനസ്സിൽ ഫുഡ് കഴിക്കാനുള്ള പ്ലാനേ കാണത്തില്ല. ഒരു പക്ഷേ അവിടെ മോർണിംഗ് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് അപ്പോ എന്തെങ്കിലും അവിടെ കാണുമായിരിക്കും. കർത്താവ് ഒരു മനസ്സിൽ ചിന്തിച്ച ഇതായിരിക്കും, എനിക്കറിയില്ല കർത്താവ് ചിന്തിച്ചത് ഇതായിരിക്കും എന്ന് ഞാൻ പറയുക. കർത്താവ് ചിന്തിച്ചത് ഇതായിരിക്കും, ഈ സഹോദരന്മാരുടെ വീട്ടിൽ പോകണം, മാർത്തയും മറിയമുണ്ട്, അവരോട് സംസാരിക്കാനും അവരുടെ കൂട്ടായ്മ ആചരിക്കാനും അവരുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് ഒന്ന് പ്രാർത്ഥിക്കാനുമായിട്ടാണ് കർത്താവ് പോയത്. കർത്താവ് മനസ്സിൽ ചിന്തിച്ച് കാണും, അവിടെ ഫുഡൊന്നും കഴിക്കാൻ വേണ്ടി നിൽക്കണ്ട. അഥവാ എല്ലാവർക്കും വിശക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? രാവിലെ കാണും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കിയെങ്കിൽ അതെടുത്തിട്ട് കർത്താവ് പ്രാർത്ഥിച്ചിട്ട് ഗ്രഹിച്ചാൽ കൊടുക്കും. പറ്റത്തില്ലേ കർത്താവിന്? പ്രൈസ് ദി ലോർഡ്. അത് ഇന്നലെ വെച്ച മീൻകറിയാണെങ്കിൽ കർത്താവ് പ്രാർത്ഥിച്ചാൽ ശുദ്ധീകരിക്കപ്പെടും അല്ലേ? എന്നിട്ട് അതെടുത്ത് വിളമ്പും. 3 പേരല്ലേ ഉള്ളൂ, 3 പേർക്കുള്ള ഫുഡല്ലേ ഉള്ളൂ.
ആ നിമിഷം കൊണ്ട് കർത്താവിനെ എന്തെങ്കിലും എടുത്ത് പ്രാർത്ഥിച്ചത് ഭക്ഷണമാക്കിയിട്ട് അവർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കാൻ പറ്റും. കർത്താവിന് അതിന് കഴിവുണ്ട്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അപ്പവും ഹല്ലേലൂയ മീനും ഇരട്ടിപ്പിച്ച കർത്താവിന് അത് ചെയ്യാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആ പ്ലാനിലായിരിക്കും പോയത്. അപ്പൊ മാർത്ത എന്ത് ചെയ്യുക? മാർത്തയുടെ അടുത്ത് വിചാരിക്കും എന്ത് ഭക്ഷണം കഴിക്കും കൊടുക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പോയി അധ്വാനിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവത്തോട് ചേർന്നിരിക്കേണ്ട സമയം നഷ്ടമായി. എനിക്ക് അറിയത്തില്ല, പരിശുദ്ധാത്മാവോട് പറയുന്നത് ഊതാനിത്, എന്നോട് ഉൾപ്പെടെ ഉള്ളവരോട് പറയുന്നത് ഊതാനിത്. നാം അധ്വാനിക്കുവാൻ വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ, മറ്റു കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ദൈവത്തോടുള്ള കണക്ഷനാണ്, ദൈവത്തോട് ചേർന്നുള്ള ഇരിപ്പാണ്, ദൈവത്തിന്റെ ശബ്ദങ്ങളാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലയ്ക്കുമ്പോൾ പലതിനെ ചൊല്ലി നമുക്ക് വിചാരമുണ്ടാകും. Praise God. എത്ര ഫുഡ് വെച്ചാലും ടെൻഷൻ, ഹല്ലേലൂയ. പിള്ളേർക്ക് വേണ്ടി എത്ര ചെയ്താലും ടെൻഷൻ, രാവിലെ തുടങ്ങുന്ന ടെൻഷൻ, ആ ജോലിയുടെ ടെൻഷൻ എല്ലാം മാറും. ഹല്ലേലൂയ. അല്പസമയം കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഇരുന്ന് നോക്കിയേ. ഹല്ലേലൂയ. മറുപടി നൽകുന്ന ദൈവമാണ്. Praise God. വിശ്വസിച്ചേക്കെടുക്കും. മരമടിച്ച ഏറ്റെടുക്കാണ്. എനിക്ക് വേണ്ടി അത്ഭുതം ദൈവം. ഞാൻ പലതിനെ ശ്രദ്ധിക്കാതെ നീ ഭാരപ്പെടുന്ന ചില ഭൗതിക നന്മകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറയുന്നു. നീ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാതെ അതിനൊരു പരിഹാരമില്ല. നീ ദൈവസന്നിധിയിൽ ഇരിക്കാതെ ഓടി നടന്നാൽ നീ ടെൻഷൻ അടിച്ച് പഴയത്തെ ഉള്ളൂ. എന്നാൽ നീ അല്പസമയം ദൈവസന്നിധിയിൽ ഇരുന്നാൽ ദൈവം അതിന് മറുപടി വരും. ദൈവം ചില വ്യക്തികളോട് സംസാരിക്കും. ദൈവം ചില കാര്യങ്ങളെ പ്രതികരിക്കും. ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ദൈവങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് ദൂതിന്റെ മുമ്പിൽ ഏൽപ്പിക്കപ്പെടാം. ഹല്ലേലൂയ. യശയ്യാവിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, എഴുതുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ സംസാരിക്കുന്ന ദൂതുകൾ നിന്റെ മകന്റെ പേരെഴുതുക. അശൂർ സൈന്യം നിനക്കെതിരെ വരുമ്പോൾ രക്ഷകനായി വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ടെന്ന് നിന്റെ പേര് എഴുതി അവനെ തെളിവായി വെക്കുക. ശത്രു എത്ര നഷ്ടപ്പെടുത്തിയാലും ഒരു ശേഷിപ്പിനെ ദൈവം നൽകുമെന്ന് നിന്റെ മകന്റെ പേരിട്ട് തെളിവായി വെക്കുക.